ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിശബ്ദത പാലിക്കുന്നവരെ അവർ കുറ്റപ്പെടുത്തുന്നു, കൂടുതൽ സംസാരിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നു, മിതമായി സംസാരിക്കുന്നവരെ അവർ കുറ്റപ്പെടുത്തുന്നു. കുറ്റപ്പെടുത്താത്തവരായി ലോകത്ത് ആരുമില്ല. ബുദ്ധൻ. അംഗീകാരം തേടുന്നതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഈ ഉദ്ധരണി വിമർശനം പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ നിരർത്ഥകതയെ എടുത്തുകാണിക്കുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയല്ല, നിങ്ങളുടെ സ്വന്തം മൂല്യങ്ങളെയും ലക്ഷ്യങ്ങളെയും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാൻ ഇത് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. നിങ്ങളുടെ സന്ദേശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവർ പറഞ്ഞതിനെ കുറ്റപ്പെടുത്തുന്നു എന്ന് ഉദ്ധരണി പറയുന്നില്ല, സംസാരിക്കുന്ന പ്രവൃത്തി മാത്രം. നിങ്ങൾ എത്രമാത്രം അല്ലെങ്കിൽ എത്രമാത്രം സംസാരിക്കുന്നു എന്നതിനെക്കുറിച്ച് ആകുലപ്പെടുന്നതിനു പകരം വ്യക്തവും ഫലപ്രദവുമായ ഒരു സന്ദേശം രൂപപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. കട്ടിയുള്ള ചർമ്മം വികസിപ്പിക്കുക. വിമർശനം അനിവാര്യമാണ്, പക്ഷേ അത് നിങ്ങളെ നിർവചിക്കേണ്ടതില്ല. ഈ ഉദ്ധരണി നിങ്ങളെ പ്രതിരോധശേഷി വികസിപ്പിക്കാനും നിങ്ങളെ സേവിക്കാത്ത നിഷേധാത്മകത ഫിൽട്ടർ ചെയ്യാൻ പഠിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുക. ചിലപ്പോൾ മികച്ച പ്രതികരണമല്ല. ഉദ്ധരണി പ്രവർത്തനത്തിന്റെ ശക്തിയെ ഊന്നിപ്പറയുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ചുവടുകൾ എടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ നേട്ടങ്ങൾ സ്വയം സാരിക്കാൻ അനുവദിക്കുകയും ചെയ്യുക. സൃഷ്ടിപരമായ വിമർശനം തിരിച്ചറിയുക. എല്ലാ വിമർശനങ്ങളും തുല്യമായി സൃഷ്ടിക്കപ്പെടുന്നില്ല. നിഷേധാത്മകതയും വിലപ്പെട്ട ഫീഡ്ബാക്കും തമ്മിൽ വിവേചിച്ചറിയാൻ ഈ ഉദ്ധരണി നിങ്ങളെ പ്രാപ്തരാക്കുന്നു. നിങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന സൃഷ്ടിപരമായ വിമർശനം തിരിച്ചറിയാൻ പഠിക്കുക. നിങ്ങളുടെ വിവരണം നിയന്ത്രിക്കുക. വിമർശനത്തോട് നിങ്ങൾ പ്രതികരിക്കുന്ന രീതി മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് രൂപപ്പെടുത്തുന്നു. ആഖ്യാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഈ ഉദ്ധരണി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നിഷേധാത്മകത നേരിടുമ്പോൾ പോലും കൃപയോടും മാന്യതയോടും കൂടി പ്രതികരിക്കുക. നിങ്ങളുടെ വ്യക്തിത്വം സ്വീകരിക്കുക. ലോകം വൈവിധ്യമാർന്ന ശബ്ദങ്ങളും അഭിപ്രായങ്ങളും നിറഞ്ഞതാണ്. ഈ ഉദ്ധരണി വ്യക്തിത്വത്തിന്റെ സൗന്ദര്യത്തെ ആഘോഷിക്കുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും നിങ്ങളുടെ സത്യം സംസാരിക്കാൻ ഭയപ്പെടരുത്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിഷേധാത്മകതയിൽ അകപ്പെടാൻ എളുപ്പമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, മൂല്യങ്ങൾ, ആന്തരിക സമാധാനം, യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ ഉദ്ധരണി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വിമർശനം പശ്ചാത്തല ശബ്ദമായിരിക്കട്ടെ, പ്രധാന ശ്രദ്ധയല്ല. നിങ്ങളുടെ ശബ്ദം കണ്ടെത്തുക. നിശബ്ദതയ്ക്ക് ശക്തിയുണ്ടാകാം, എന്നാൽ സമയബന്ധിതമായ ഒരു വാക്കിന് കഴിയും. ഈ ഉദ്ധരണി നിങ്ങളുടെ ശബ്ദം കണ്ടെത്താനും നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കായി സംസാരിക്കാനും അത് ഉപയോഗിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു. ആന്തരിക ശക്തി. വിമർശനം ശക്തിയുടെ ഉറവിടമാകാം. ഈ ഉദ്ധരണി വിമർശനം അവതരിപ്പിക്കുന്ന വളർച്ചയ്ക്കുള്ള അവസരത്തെ എടുത്തുകാണിക്കുന്നു. അതിൽ നിന്ന് പഠിക്കുക, പൊരുത്തപ്പെടുത്തുക, ശക്തമായി ഉയർന്നുവരിക. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.